ആ പോകുന്ന വെച്ചാൽ ലവർ അല്ലായിരുന്നോ? നിങ്ങൾ ബ്രേക്കപ്പ് ആവാൻ എന്തോ കാര്യം? എടാ അത് എടാ മതിയടാ, എനിക്ക് കഴിക്കാൻ വയ്യ. അളിയത് കണ്ടാളിയാ, എന്ത് പഠിച്ചെടുത്താലും കഴിക്കത്തില്ല. അത് അങ്ങനെ എടുത്തി. അതൊക്കെ എന്റെ പെണ്ണ് മൂക്കോട്ട തിന്നുകയും ചെയ്യും, നല്ല രീതിക്ക് ഉറങ്ങുകയും ചെയ്യും. എടാ അടങ്ങട, അവളെ കളിയാക്കാതെ, അവക്ക് വിഷമാകൂലേ? ആർക്ക് വെക്കോ? കാണ്ടാമൃഗത്തിന് തൊലിയോ, ഒരു കുഴപ്പമില്ല. ഞാനിപ്പോ വരാവേ. നമുക്ക് 2 ഷാർജ കുടിച്ചാലാ? ചേട്ടാ 2 ഷാർജ. ചേട്ടാ വെയിറ്റേ, എടീ സമയത്ത് എങ്ങനെ ഷാർജ കുടിക്കുന്നത്? എനിക്ക് ചായ മതി, നീയും ചായ കുടിച്ചാൽ മതി. ചേട്ടാ 2 ചായ. ഓക്കെ. എടാ ഞാൻ കൊല്ലത്തിൽ പോണ്ടേ, നീ എപ്പോ വരും? ആണോ? നീ ലൊക്കേഷൻ അയച്ചേക്ക്, ഞാൻ അവിടെ. നമുക്കൊരു സിനിമയ്ക്ക് പോയാലാ? സിനിമയ്ക്ക് ഞാൻ വരുന്നില്ല, പാർക്കെല്ലാം പോയിരിക്കാം. വാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിനക്ക് സംസാരിക്കല്ലേ, വെയിറ്റ് ചെയ്യ്. ഹലോ, ഒന്ന് നിർത്തുവോ നീ? ഒരാൾക്ക് സംസാരിച്ചോണ്ടിരിക്കുവല്ലേ? അതെ, നീ സംസാരിച്ചോണ്ടിരിക്കുവോ നിനക്ക് വേണ്ടപ്പെട്ടവരോട്? പിന്നെ ഞാൻ എന്തിനാ വന്നേ? എടി അത് എടാ എന്റെ ഇഷ്ടങ്ങൾ എന്തെങ്കിലും നിനക്കറിയാവോ? എന്റെ ഫീലിംഗ്സിന് നീ കുറച്ചെങ്കിലും വാല്യൂ വരുന്നുണ്ടോ? എടി എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമെന്ന് നിനക്ക് അറിയാലോ. സ്നേഹമൊക്കെ വാക്കുകൊണ്ട് പറഞ്ഞാ പോരാ, പ്രവൃത്തിയിലും കാണിക്കണം. നിനക്ക് നിന്റെ കൂട്ടുകാരെ മുമ്പിൽ കളിയാക്കാനും നിന്റെ ഇഷ്ടങ്ങൾ അടിച്ചേപ്പിക്കാനും ഒരാൾ വേണം. അത് മാത്രം ഇപ്പൊ ഞാൻ മറ്റൊരാളെ ലൈഫ് വെച്ച് ഇങ്ങനെ കളിക്കല്ലേടാ. എടി അങ്ങനെയൊന്നുമല്ല, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമെന്ന് നിനക്ക് അറിയാലോ. ചിലപ്പോ തെറ്റുപറ്റി കാണും. നമ്മുടെ കല്യാണം കഴിഞ്ഞെല്ലാം ശരിയായാലോ? കല്യാണം കഴിഞ്ഞൊന്നും ശരിയായില്ലെങ്കിലോ? നമുക്കിവിടെ വെച്ച് നിർത്താം, ഞാൻ പോവുക. എടി എടാ, നമ്മളൊരു റിലേഷൻ നിൽക്കുമ്പോ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ഫീലിംഗ്സ് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണോടാ. ഇല്ലെങ്കിൽ നമുക്ക് വരെ നമ്മുടെ ലൈഫിൽ നഷ്ടപ്പെടും.